أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഫിഖുൽ ഇസ്ലാമി ഏഴാം ക്ലാസ്സിലെ ഫിഖുൽ ഇസ്ലാമിയിലെ ഒന്നാമത്തെ പാഠം അൽ വഹ്ദത്തുൽ ഊല സബൂൻ വൈഷ്റൂന ദറജ. ഒന്നാമത്തെ പാഠത്തിൻ്റെ പേര് സബൂൻ വൈഷ്റൂന ദറജ, 27 ഇരട്ടി പ്രതിഫലം. നബിയെ, മദീനയിൽ ധാരാളം ഇഴജന്തുക്കളും വന്യമൃഗങ്ങളുമുണ്ട്. എനിക്ക് വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ ഇളവ് അനുവദിക്കുമോ? അന്ധനായ ഇബ്നു ഉമ്മു മക്തൂം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ അദാൻ കേൾക്കാറുണ്ടെങ്കിൽ നിസ്കാരത്തിലേക്ക് വരേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അദാൻ കേട്ടിട്ടും മതിയായ കാരണമില്ലാതെ ജമാഅത്തിന് വരുന്നില്ലെങ്കിൽ അവന് നിസ്കാരമില്ല. പുരുഷന്മാർ 5 നേരവും മസ്ജിദിൽ വെച്ച് ജമാഅത്തായിട്ടാണ് നിസ്കരിക്കേണ്ടത്. അത് ഫർള് കിഫയാണ്. ഒരു മഹല്ലിൽ ഫർള് നിസ്കാരങ്ങളുടെ ജമാഅത്ത് നടക്കാതിരുന്നാൽ അവിടെയുള്ള എല്ലാ മുക്കല്ലഫായ പുരുഷന്മാരും കുറ്റക്കാരാകും. ജമാഅത്ത് നിസ്കാരത്തിന് 27 ദറജ പ്രതിഫലമുണ്ട്. അംഗസംഖ്യ കൂടുതലുള്ള ജമാഅത്താണ് ഏറെ പുണ്യകരം. സ്ത്രീകൾക്ക് നിസ്കാരത്തിന് വീടാണ് ഉത്തമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന. ജമാഅത്ത് സ്വഹീഹാകാൻ ചില ഷർത്തുകളുണ്ട്. 1. ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്നു എന്നോ ജമാഅത്തായി നിസ്കരിക്കുന്നു എന്നോ മഅ്മൂം നിയ്യത്ത് ചെയ്യുക. ഇമാം ജമാഅത്തിന് നിയ്യത്ത് ചെയ്യൽ സുന്നത്താണ്, എന്നാൽ ജുമുഅയിൽ ഇമാമിനത് നിർബന്ധമാണ്. 2. ഇമാമിൻ്റെ ചലനങ്ങൾ മഅ്മൂം അറിയുക. ഇമാമിനെയോ മുന്നിൽ സഫുകളെയോ കണ്ടും ഇമാമിൻ്റെ ശബ്ദം കേട്ടും ചലനങ്ങൾ അറിയാവുന്നതാണ്. 3. മഅ്മൂമിൻ്റെ മടമ്പ് ഇമാമിൻ്റെ മടമ്പിനേക്കാൾ മുന്താതിരിക്കുക. 4. ഇമാമും മഅ്മൂമും ഒരു സ്ഥലത്തായിരിക്കുക. മസ്ജിദിലാണെങ്കിൽ മഅ്മൂമിനെ ഇമാമിലേക്ക് സാധാരണ നിലയിൽ എത്തിച്ചേരാൻ കഴിയണം. മസ്ജിദിലല്ലെങ്കിൽ സാധാരണ നിലയിൽ ഖിബ്ലയെ പിന്നിലാക്കാത്ത വിധം എത്തിച്ചേരാൻ കഴിയണം. 5. എതിരാകൽ അഭംഗിയാകുന്ന സുന്നത്തുകളിൽ യോജിക്കുക. തിലാവത്തിൻ്റെ സുജൂദ്, സഹ്വിൻ്റെ സുജൂദ് എന്നിവ ഇമാം ചെയ്താൽ കൂടെ ചെയ്യണം. എന്നാൽ അത്തഹിയ്യാത്ത് ഇമാം ഒഴിവാക്കിയാൽ മഅ്മൂമും ഒഴിവാക്കുക. എന്നാൽ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം പോലെയുള്ള അഭംഗിയാകാത്ത സുന്നത്തുകൾ യോജിക്കണമെന്നില്ല. 6. രണ്ടുപേരുടെയും നിസ്കാരത്തിൻ്റെ ഘടന ഒരുപോലെയാവുക. ജനാസ നിസ്കാരമോ ഗ്രഹണ നിസ്കാരമോ നിർവഹിക്കുന്നവന് തുടർന്ന് ളുഹ്ർ നിസ്കരിക്കുന്നത് സാധുവാവുകയില്ല. 7. ശർഈയായ കാരണമില്ലാതെ തുടരെയുള്ള കർമ്മപരമായ 2 ഫർളുകളേക്കാൾ മഅ്മൂം ഇമാമിൻ്റെ പിന്നിലാവാതിരിക്കുക. 8. കാരണത്തോടുകൂടി കർമ്മപരമായ 3 ദീർഘ ഫർളുകളേക്കാൾ മഅ്മൂം ഇമാമിൻ്റെ പിന്നിലാവാതിരിക്കുക. 9. തുടരെയുള്ള കർമ്മപരമായ 2 ഫർളുകൾ കൊണ്ട് മുന്നിലാവാതിരിക്കുക. 10. മഅ്മൂമിൻ്റെ തക്ബീറത്തുൽ ഇഹ്റാം ഇമാമിൻ്റെ തക്ബീറത്തുൽ ഇഹ്റാമിനേക്കാൾ പിന്നിലാവുക. ഇമാമിന് മുന്നേ ഒരു ഫർള് ചെയ്യൽ ഹറാമാണ്. മനഃപൂർവ്വം അപ്രകാരം ചെയ്താൽ തിരിച്ചു വരൽ സുന്നത്താണ്. അശ്രദ്ധമായി ചെയ്താൽ തിരിച്ചു വരികയോ അവിടെ തുടരുകയോ ചെയ്യാം. ഇമാം അധിക റക്അത്തിലേക്ക് എഴുന്നേറ്റു നിന്നാൽ ഇമാമിനോടൊപ്പം നിൽക്കാൻ പാടില്ല. അത്തഹിയ്യാത്തിൽ പ്രതീക്ഷിക്കുകയാണ് വേണ്ടത്. 4 റക്അത്തുള്ള നിസ്കാരത്തിലെ 3-ാം റക്അത്തിൽ ഇമാം ഇരുന്നാൽ കൂടെ ഇരിക്കാൻ പാടില്ല. എഴുന്നേറ്റു നിന്ന് പ്രതീക്ഷിക്കുകയാണ് വേണ്ടത്. അല്ലാത്ത പക്ഷം നിസ്കാരം ബാത്തിലാകുന്നതാണ്.
ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. ഒന്നാമത്തെ നഖ്താറുൽ മുനാസിബ്. അതിലൊന്നാമത്തെ, നിസ്കാരത്തിൽ ഇമാമും മഅ്മൂമും എതിരാകൽ അഭംഗിയാകുന്ന സുന്നത്ത്. ആൻസർ തിലാവത്തിൻ്റെ സുജൂദ്, ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം, സുജൂദിലെ ദിക്ർ. അതിൻ്റെ ആൻസർ തിലാവത്തിൻ്റെ സുജൂദ്. രണ്ടാമത്തെ, ഇത് നിർവഹിക്കുന്നവൻ്റെ പിറകിൽ ളുഹർ നിസ്കരിച്ചാൽ സാധുവാകില്ല. ജനാസ നിസ്കാരം, അസർ നിസ്കാരം, ഇശാ നിസ്കാരം. അതിൽ ജനാസ നിസ്കാരമാണ്. ജനാസ നിസ്കാരം നിസ്കരിക്കുന്നവൻ്റെ പിറകിൽ ളുഹർ നിസ്കരിക്കാൻ പാടില്ല. 3, ഇമാം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നതിന് മുമ്പ് മഅ്മൂം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയാൽ നിസ്കാരം സ്വഹീഹാകും, സ്വഹീഹാകില്ല, കുഴപ്പമില്ല. അതിൻ്റെ ആൻസർ സ്വഹീഹാകില്ല. നുജിബ് ബി കലിമത്തി വാഹിദത്തിൻ, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. ഒന്നാമത്തെ, ജുമുഅയിൽ ജമാഅത്തിന് നിയ്യത്ത് ചെയ്യേണ്ടതിൻ്റെ വിധി എന്ത്? ജുമുഅയിൽ ഇമാം ജമാഅത്തിന് നിയ്യത്ത് ചെയ്യുന്നതിൻ്റെ വിധി എന്ത്? അതിൻ്റെ ആൻസർ നിർബന്ധം. 2, ജുമുഅ അല്ലാത്ത നിസ്കാരങ്ങളിൽ ഇമാം ജമാഅത്തിന് നിയ്യത്ത് ചെയ്യുന്നതിൻ്റെ വിധി എന്ത്? ആൻസർ സുന്നത്ത്. 3, ജമാഅത്ത് നിസ്കാരത്തിന് എത്ര ദറജ പ്രതിഫലമുണ്ട്? 27. അവിടെ 27 എന്നെഴുതുക. 4, 5 വഖത്ത് നിസ്കാരം പുരുഷന്മാർ ജമാഅത്തായി നിസ്കരിക്കുന്നതിൻ്റെ വിധി. ഫർള് കിഫായ. 5, സ്ത്രീകൾക്ക് നിസ്കാരത്തിന് ഏറ്റവും ഉത്തമമായ സ്ഥലം ഏത്? അതിൻ്റെ ആൻസർ അവരുടെ വീട്. 6, ഇമാമിന് മുന്നേ മഅ്മൂം ഒരു ഫർള് ചെയ്യുന്നതിൻ്റെ വിധി എന്ത്? അതിൻ്റെ ആൻസർ ഹറാം. അടുത്തത് നുജിബ്, എഴുതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവന് നിസ്കാരമില്ല ആർക്ക്? അതിൻ്റെ ആൻസർ അദാൻ കേട്ടിട്ടും മതിയായ കാരണമില്ലെങ്കിൽ, ജമാഅത്തിന് വരുന്നില്ലെങ്കിൽ അവന് നിസ്കാരമില്ല. അദാൻ കേട്ടിട്ടും മതിയായ കാരണമില്ലെങ്കിൽ, ജമാഅത്തിന് വരുന്നില്ലെങ്കിൽ അവന് നിസ്കാരമില്ല. 2, മുകല്ലഫായ എല്ലാ പുരുഷന്മാരും കുറ്റക്കാരാകും എപ്പോൾ? ഒരു മഹല്ലിൽ ഫർള് നിസ്കാരങ്ങളുടെ ജമാഅത്ത് നടന്നില്ലെങ്കിൽ. ആൻസർ ഒരു മഹല്ലിൽ ഫർള് നിസ്കാരങ്ങളുടെ ജമാഅത്ത് നടന്നില്ലെങ്കിൽ. 3ാമത്തെ ക്വസ്റ്റ്യൻ, ഇമാമിൻ്റെ ചലനങ്ങൾ മഅ്മൂമുകൾ എങ്ങനെ അറിയും? ആൻസർ ഇമാമിനെയോ മുന്നിലെ സഫുകളെയോ ഇമാമിൻ്റെ ശബ്ദം കേട്ടോ? അതിൻ്റെ ആൻസർ ഇമാമിനെയോ മുന്നിലെ സഫുകളെയോ ഇമാമിൻ്റെ ശബ്ദം കേട്ടോ? 4, എതിരാവൽ അഭംഗിയാവാത്ത സുന്നത്തുകൾക്ക് 3 ഉദാഹരണം എഴുതുക. ആൻസർ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം, സുജൂദിലെ ദിക്ർ, റുക്കൂയിലെ ദിക്ർ. ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം, സുജൂദിലെ ദിക്ർ, റുക്കൂയിലെ ദിക്ർ. 5ാമത്തെ ക്വസ്റ്റ്യൻ, ഇമാമിന് മുന്നേ മനഃപൂർവ്വം മഅ്മൂം ഒരു ഫർള് ചെയ്താൽ മഅ്മൂമിന് സുന്നത്താണ് എന്ത്? അതിൻ്റെ ആൻസർ തിരിച്ചു വരൽ സുന്നത്താണ്. തിരിച്ചു വരൽ സുന്നത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ, നക്തുബുൽ ഫിക്ര, ഫിക്ര എഴുതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹുവിൻ്റെ സംഭാഷണം. അതിൻ്റെ ഉത്തരം ഈ പാഠം തുടങ്ങുന്ന ഭാഗത്തുള്ള ആദ്യത്തെ പാരഗ്രാഫാണ്. നബിയെ, മദീനയിൽ ധാരാളം ഇഴജന്തുക്കളും വന്യമൃഗങ്ങളുമുണ്ട്. എനിക്ക് വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ ഇളവ് അനുവദിക്കുമോ? അന്ധനായ ഇബ്നു ഉമ്മി മക്തൂം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ അദാൻ കേൾക്കാറുണ്ടെങ്കിൽ നിസ്കാരത്തിലേക്ക് വരേണ്ടതുണ്ട്. അതുവരെയാണ് നിങ്ങൾക്ക് എഴുതാനുള്ളത്. ഈ പാഠത്തിലെ ആദ്യത്തെ പാരഗ്രാഫ് അത് വൃത്തിയായി എഴുതുക.
അടുത്തത് തഖ്സീസ്. ഒന്നാമത്തെ, ജമാഅത്ത് സ്വഹീഹാവാനുള്ള ഷർത്തുകൾ ചാർട്ടിൽ എഴുതി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. ഈ പാഠത്തിലെ ജമാഅത്തിൻ്റെ ഷർത്തുകൾ എന്നുള്ളതിൽ ഒന്നാമത്തെ, ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്നു എന്നോ ജമാഅത്തായി നിസ്കരിക്കുന്നു എന്നോ മഅ്മൂം നിയ്യത്ത് ചെയ്യുക എന്ന് തുടങ്ങി 10ാമത്തെ, മഅ്മൂമിൻ്റെ തക്ബീറത്തുൽ ഇഹ്റാം ഇമാമിൻ്റെ തക്ബീറത്തുൽ ഇഹ്റാമിനേക്കാൾ പിന്നിലാവുക വരെ ഇതിൻ്റെ ഷർത്തുകളാണ്. അത് വൃത്തിയായി എഴുതുക. 2, കുട്ടികളെ 2 ഗ്രൂപ്പാക്കി പാഠഭാഗത്തു നിന്ന് പരസ്പരം ചോദ്യോത്തരങ്ങൾ നടത്തുക. ഇതൊരു പ്രവർത്തനമാണ്. ഇത് ക്ലാസ്സിൽ ചെയ്യാനുള്ളതാണ്. ഇതോടുകൂടി പാഠം ഇവിടെ അവസാനിക്കുന്നു. 7ാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഫിഖുൽ ഇസ്ലാമിലെ ഈ പാഠം വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിലേക്കും ഇത് എത്തിച്ചു കൊടുക്കണേ. ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാ. വാഹല്ലിൽ ഖുബ്ബത്തിൽ ഖളറായി ഖുബ്ബത്തി സയ്യിദിൽ കൗനൈനി അഫ്ളല ഖുർറത്തുൽ ഐനൈനി. ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ്